السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين وعلى آله وأصحابه ومن سن بسنته إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയാണ്, ജീവചരിത്രമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽ ഉർജൂസത്തുൽ മീഇയ്യ ഫി ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ്യ എന്ന പേരിൽ ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ള മനോഹരമായ ഒരു കവിത. അതിൽ കഴിഞ്ഞ ഏതാനും ദർസുകളിലായി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ പിന്നീട് അവിടുത്തെ വിവാഹം, അതിനിടയിലുള്ള ഒട്ടനവധി സംഭവങ്ങൾ, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നുബുവത്ത് ലഭിക്കുന്ന ഘട്ടവും, അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യ പ്രബോധനം ആരംഭിച്ച വിഷയവുമാണ് നമ്മൾ അവസാനമായി വായിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് കിട്ടി ആദ്യത്തെ 2-3 വർഷങ്ങൾ രഹസ്യമായിട്ടുള്ള പ്രബോധനമായിരുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പന പ്രകാരം ഫസ്ദഅ ബിമാ തുഅ്മർ, താങ്കൾ കൽപ്പിക്കപ്പെട്ടത് തുറന്ന് പ്രഖ്യാപിക്കുക, വഅൻദിർ അശീറതകൽ അഖറബീൻ, താങ്കളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരെ താക്കീത് ചെയ്യുക എന്നീ ആയത്തുകളൊക്കെ അവതരിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് പരസ്യപ്പെടുത്തുകയാണ്. അതോടെ നമ്മൾ കഴിഞ്ഞ ദർസിൽ മനസ്സിലാക്കിയതുപോലെ ഖുറൈശികൾ അതുവരെ അൽ അമീൻ, അസ്സാദിഖ് എന്നൊക്കെ വിശേഷിപ്പിച്ച ഏറ്റവും ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെയുള്ള ഖുറൈശികൾ, മക്കാ മുശ്രിക്കുകൾ പരിഹസിക്കാനും ആക്ഷേപിക്കാനും, അല്ല ശാരീരികമായി മർദ്ദനമേൽപ്പിക്കാൻ വരെ അവർ തുനിയുകയാണ്. അവർ ഈ ഒരു ദഅവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിവെക്കാൻ, അവിടുത്തെ ഇതിൽ നിന്നും തടയാൻ, പരസ്യ പ്രബോധനം തടഞ്ഞു വെക്കാൻ അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവർ പരിശ്രമിച്ചിട്ടുണ്ട്. പല നിലക്ക് അവർ അതിന് പരിശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്നാണ്, അവർ അബൂ താലിബിന്റെ അടുക്കൽ ചെന്ന് പരാതി പറയുകയാണ്, ആവശ്യപ്പെടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താങ്കൾ ഈ കാര്യത്തിൽ നിന്ന് തടയണമെന്ന്. ഉഖൈൽ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ജാഅത് ഖുറൈശുൻ ഇലാ അബി താലിബ്, ഖുറൈശികൾ അബൂ താലിബിന്റെ അടുക്കൽ വന്നു, എന്നിട്ട് പറഞ്ഞു, അറഅയ്ത അഹ്മദ യുഅ്ദീന ഫീ നാദീന വഫീ മസ്ജിദിന ഫൻഹ, തങ്ങൾ കണ്ടില്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമ്മൾ ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെ വന്ന്, നമ്മുടെ ആരാധന സ്ഥലത്ത് വന്ന്, മസ്ജിദിൽ വന്നതാ നമുക്ക് പ്രയാസമുണ്ടാക്കുകയാണ്, അതുകൊണ്ട് താങ്കൾ അദ്ദേഹം നമ്മെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് തടയണം. ഫഖാൽ, അപ്പോൾ അബൂ താലിബ് ഉഖൈലിനോട് പറഞ്ഞു, യാ ഉഖൈൽ, അബൂ താലിബിന്റെ മകനാണ്, ഈതീനി ബി മുഹമ്മദിൻ,
പോയി മുഹമ്മദിനെ കൂട്ടി വാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫദഹബ്തു ഫഅതൈതു ബിഹി, അങ്ങനെ ഞാൻ ചെന്ന്, ഉഖൈൽ പറയാണ് റളിയല്ലാഹു അൻഹു, ഞാൻ ചെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുവന്നു അബൂ താലിബിന്റെ അരികിലേക്ക്. അങ്ങനെ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, യാ യബ്ന അഖി, എന്റെ സഹോദരപുത്ര, ഇന്ന ബനി അമ്മിക്, താങ്കളുടെ കുടുംബക്കാർ ഇതാ പറയുന്നു, സഅമു അന്നക തുഅദീഹിം ഫീ നാദീഹിം വമസ്ജിദിഹിം, അവരുടെ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തും മസ്ജിദുകളിലൊക്കെ പോയി താങ്കൾ അവരെ ഉപദ്രവിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. ഫൻതഹി അൻ ദാലിക്, അതുകൊണ്ട് ഇത് നിർത്തിവെക്കുക എന്ന് അബൂ താലിബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. ഹദീസിൽ കാണാം, ഫലഹള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിബസരിഹി, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പ്രകാരം പറഞ്ഞു, ഞാനിതൊരിക്കലും ഉപേക്ഷിക്കുകയില്ല, എനിക്കിത് ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അബൂ താലിബ് പറഞ്ഞു, മാ കദബ ഇബ്നു അഖി, എന്റെ സഹോദരപുത്രൻ കളവ് പറഞ്ഞിട്ടില്ല, ഫർജിഉ, വന്ന ആൾക്കാരെ മടക്കിയാക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്താ ഉള്ളത്? അവർ അബൂ താലിബിന്റെ അരികിൽ വന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ പരസ്യ പ്രബോധനത്തിൽ നിന്ന് തടയാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ അവർ ആ ഒരു കാര്യത്തിൽ പരാജിതരാവുകയാണ് ചെയ്തത്. അബൂ താലിബ് അവരെ മടക്കി അയച്ചു. അതുപോലെ തന്നെ അവരുടെ പരിശ്രമത്തിൽപ്പെട്ടതായിരുന്നു അധികാരവും സമ്പത്തും സ്ത്രീകളെയും ഒക്കെ നൽകാമെന്ന് പറഞ്ഞ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കയ്യിലെടുക്കാൻ അവർ പരിശ്രമിച്ചു. അതൊക്കെ നൽകാമെന്നവർ വാഗ്ദാനം നൽകി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി, ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്ത് എന്ന ഹദീസിൽ കാണാം, ഇജ്തമഅത് ഖുറൈശുൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഒരിക്കൽ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഗൂഢാലോചന നടത്താൻ വേണ്ടി, തന്ത്രം മെനയാൻ വേണ്ടി ഒരുമിച്ച് കൂടി. ഫഖാലു, അവർ പറഞ്ഞു, ഉൻദുറു അഅലമകും ബിസ്സിഹ്രി വൽ കിഹാനതി വശ്ശിഅർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി സിഹറും ജ്യോത്സ്യപ്പണിയും കവിതയും ഒക്കെ അറിയുന്ന ആളെ നിങ്ങൾ നോക്ക്, അന്വേഷിക്കുവിൻ. ഫലിയഅതി ഹാദാ الرجل الذي قد فرق جماعتنا وشتت امرنا وعاب ديننا فليكلمه ولينظر ما يرد عليه, എന്നിട്ട് ആ വ്യക്തി ചെന്ന് ഈ മനുഷ്യന്റെ അടുത്ത് ചെന്ന് സംസാരിക്കട്ടെ. ആരുടെ അടുക്കൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ആ വ്യക്തി സംസാരിക്കട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ പറഞ്ഞത് എന്താണ്? അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഐക്യം തകർത്തിരിക്കുന്നു, വആബ ദീനന, നമ്മുടെ ദീനിനെ ആക്ഷേപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ സിഹറും ജ്യോത്സ്യവും ഒക്കെ ഏറ്റവും നന്നായി അറിയുന്നവൻ മുഹമ്മദിന്റെ അടുക്കൽ ചെന്ന് സംസാരിക്കട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത് എന്ന് നോക്കാം. ഖാലു, അപ്പോൾ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു, മാ നഅലമു അഹദൻ ഗൈറ ഉത്ബത ഇബ്നു റബീഅ, നിങ്ങൾ ഈ ആവശ്യപ്പെടുന്ന കാര്യത്തിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തി ഉത്ബ ഇബ്നു റബീഅ അല്ലാതെ മറ്റൊരാളെയും നമുക്കറിയുകയില്ല എന്ന്. ഖാലു, അവർ പറഞ്ഞു, അൻത യാ അബുൽ വലീദ്, അബുൽ വലീദ് എന്നാണ് ഉത്ബയുടെ കുനിയത്ത്. അയാളെ വിളിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണിതിന് യോഗ്യനായവൻ. ഫഅതാഹു ഉത്ബ, അങ്ങനെ ഉത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, അൻത ഖൈറുൻ അം അബ്ദുല്ലാഹ്, നീയാണോ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ, അതോ താങ്കളുടെ വാപ്പ അബ്ദുള്ളയാണോ എന്ന് ചോദിച്ചു. ഫസകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല, മൗനം പാലിച്ചു. വീണ്ടും ചോദിച്ചു, അൻത ഖൈറുൻ അം അബ്ദുൽ മുത്തലിബ്, നീയാണോ ഉത്തമൻ അതോ വല്യപ്പ അബ്ദുൽ മുത്തലിബാണോ? ഫസകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. ഖാല, ഉത്ബ തുടർന്നു, ഫഇൻ കുൻത തസ്ഉം അന്ന ഹഉലാഇ ഖൈറും മിൻക, അവരാണ് നിന്നേക്കാൾ ഉത്തമരായിട്ടുള്ളവരെന്നാണ് നിന്റെ മറുപടിയെങ്കിൽ, ഖദ് അബദുൽ ആലിഹത അല്ലതി ഇബ്ത, നീ ഇപ്പോൾ ആക്ഷേപിക്കുന്ന ഇലാഹുകളെയാണ് അവർ ആരാധിച്ചിട്ടുള്ളത്. അവരാണ് നിന്നേക്കാൾ ഉത്തമരെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ, നീ എതിർക്കുന്ന ആരാധ്യന്മാരെ, ഇലാഹുകളെ അവർ ആരാധിച്ചിട്ടുണ്ട്.
വഇൻ കുൻത തസ്ഉമു അന്നക ഖൈറുൻ മിൻഹും, നീയാണ് അവരെക്കാൾ ഉത്തമനെന്നാണ് നീ വാദിക്കുന്നതെങ്കിൽ ഫതകല്ലം, എങ്കിൽ നീ പറയൂ, സംസാരിക്ക്. ഹത്താ നസ്മഅ ഖൗലക, നിനക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കട്ടെ. ഇന്നാ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ റഅയ്നാ സഖ്ലതൻ ഖത്തു അശ്അമ അലാ ഖൗമിക മിൻക, നിന്റെ ജനതക്ക് നിന്നേക്കാൾ ദൗർഭാഗ്യകരമായ ഭാഗ്യം കെട്ട മറ്റൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി ഉത്ബ പറയാം. ഫറഖത ജമാഅതന, താങ്കൾ നമ്മുടെ ജമാഅത്ത് ഐക്യം തകർത്തു. വഅയ്ബത ദീനന, നമ്മുടെ ദീനിനെ ആക്ഷേപിക്കുന്നു. ഫഫദഹ്തന ഫിൽ അറബി, അറബികൾക്കിടയിൽ ഞങ്ങളുടെ കാര്യം ഞങ്ങളെ വഷളാക്കിയിരിക്കുന്നു. ഹത്താ ലഖദ് ത്വാറ ഫീഹിം അന്ന ഫീ ഖുറൈശിൻ സാഹിറ, അറബികൾക്കിടയിൽ എത്രത്തോളം ഇങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഖുറൈശികളുടെ കൂട്ടത്തിൽ ഒരു സാഹിറുണ്ട് എന്ന് അറബികൾക്കിടയിൽ ഖുറൈശികളെ കുറിച്ച് വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഅന്ന ഫീ ഖുറൈശിൻ കാഹിന, ജോത്സ്യനുണ്ട് ഖുറൈശികളുടെ കൂട്ടത്തിൽ എന്ന് പറയപ്പെട്ടു. അങ്ങനെ നമ്മുടെ കുടുംബത്തെ അറബികൾക്കിടയിൽ മോശമാക്കി. അയ്യുഹ റജുൽ, എ മനുഷ്യ, ഇൻ കാന ഇന്നമാ ബികൽ ഹാജതു, നിനക്ക് വല്ല ആവശ്യവുമുണ്ടെങ്കിൽ ജമഅനാ ഹത്താ തകൂന അഗ്നാ ഖുറൈശിൻ റജുല, സാമ്പത്തികമായി നിനക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിന് സൗകര്യമൊരുക്കി തരാം. എത്രത്തോളം ഖുറൈശികളുടെ കൂട്ടത്തിൽ ഏറ്റവും ധനികനായ വ്യക്തിയായി താങ്കളെ നമ്മൾ മാറ്റിത്തരാം. പെണ്ണിനെയാണ് ആവശ്യമെങ്കിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന ഖുറൈശികളുടെ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട താങ്കൾ ഉദ്ദേശിക്കുന്ന സ്ത്രീകളെ തെരഞ്ഞെടുത്തോളൂ. ഫനുസവ്വിജുക 10 സ്ത്രീകളെ ഖുറൈശികളിൽ നിന്ന് നാം താങ്കൾക്ക് വിവാഹം ചെയ്തു തരാം. ഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ ഇത്രയും ഉത്ബ പറഞ്ഞ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ മൗനമായി കേട്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫറഖ്ത, തീർന്നോ, നിനക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞോ? ഖാല നഅം, അതെ എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാണ്. അവിടുന്ന് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാമീം തൻസീലുൻ മിനർ റഹ്മാനിർ റഹീം എന്ന സൂറത്തു ഫുസ്സിലത്തിലെ ആദ്യ ഭാഗം ആയത്തുകൾ ഓതിക്കൊടുത്തു. അങ്ങനെ ഓതി എവിടെ വരെ? ഫഇൻ അഅറദു, അല്ലാഹു പറയാണ്, ഫഇൻ അഅറദു ഫഖുൽ അൻദർതുകും സായിഖതൻ മിസ്ല സായിഖതി ആദിൻ വസമൂദ്. ആ ആയത്ത് വരെ ഓതിക്കൊടുത്തു. എന്താണ് ആ ആയത്തിലുള്ളത്? ഫഇൻ അഅറദു, അല്ലാഹു പറയുന്നു, അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫഖുൽ, നബിയെ താങ്കൾ അവരോട് പറയുക, അൻദർതുകും, ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു, സായിഖതൻ, ഒരു ഘോര ശബ്ദം, ആ ശിക്ഷ ഏതുപോലെ, മിസ്ല സായിഖതി ആദിൻ വസമൂദ്, ആദ് ഗോത്രത്തിനും സമൂദ് ഗോത്രത്തിനും ലഭിച്ച ആ ഒരു ഘോര ശബ്ദമാകുന്ന ആ വലിയ ശിക്ഷ, അത് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന് താങ്കൾ അവരോട് പറഞ്ഞേക്കുക. ഇത് കേട്ടപ്പോൾ ഉത്ബ പറഞ്ഞു, ഹസ്ബുക് ഹസ്ബുക്, മതി മതി, നിർത്ത്, ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. ഫറജഅ ഇലാ ഖുറൈശിൻ, അങ്ങനെ ഉത്ബ ഖുറൈശികളുടെ അടുക്കൽ മടങ്ങി ചെന്നു. അവർ കാത്തിരിക്കുകയായിരുന്നു, ഉത്ബയെ കാത്തിരിക്കാം. അവർ ചോദിച്ചു, പോയിട്ട് എന്താണ് കാര്യങ്ങൾ ഒക്കെ എന്തായി? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മുഹമ്മദിനോട് സംസാരിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചോദിച്ചു, എന്താണ് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയത്? എന്തെങ്കിലും വല്ലതും പറഞ്ഞോ? ഉത്ബ പറഞ്ഞു, അതെ, സംസാരിച്ചിട്ടുണ്ട്. ഈ കഅബയെ നിർമ്മിച്ച അല്ലാഹു തന്നെയാണ് സത്യം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ നിന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, ഏതല്ലാതെ അവസാനം പറഞ്ഞ ആ ആയത്തല്ലാതെ. അൻദർതുകും സായിഖതൻ മിസ്ല സായിഖതി ആദിൻ വസമൂദ്, സമൂദിനും ആദിനും ഇറങ്ങിയ ആ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന കാര്യമല്ലാതെ മറ്റൊന്നും എനിക്ക് മുഹമ്മദ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പറഞ്ഞു, വൈലക്, നിനക്ക് നാശം, യുകല്ലിമുക റജുലുൻ ബിൽ അറബിയ്യതി ലാ തദ്രി മാ ഖാൽ, അറബിയല്ല അവൻ പറഞ്ഞത്, അറബി നിനക്ക് തിരിയുന്നില്ലേ എന്ന് ചോദിച്ചു. ഖാല, അദ്ദേഹം ഉത്ബ പറഞ്ഞു, ഇല്ല, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, ആ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞതല്ലാതെ മറ്റൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഹദീസ് വായിച്ചത് ഇതിലെന്താ ഉള്ളത്?
ഖുറൈശികൾ മുശ്രിക്കീങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദഅവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ നൽകാമെന്ന വാഗ്ദാനം പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പണവും സമ്പത്തും സ്ത്രീകളുമൊക്കെ നൽകാമെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൂട്ടാക്കിയില്ല. അവർ ആ വിഷയത്തിലും പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ദഅവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവരുടെ പരിശ്രമത്തിന്റെ ഭാഗമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടു. അമാനുഷിക സംഭവങ്ങൾ അത് കാണിച്ചു തരാൻ പല പല കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുകയാണ്. എന്തിനു വേണ്ടി? സന്മാർഗം സ്വീകരിക്കാൻ, ഹുദ സ്വീകരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ധിക്കാരം എന്ന സ്വരത്തിൽ, ധിക്കാര സ്വരത്തിലാണ് അവർ ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അഹങ്കാരത്തോടെ, ഒരിക്കലും ഹുദ പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞെന്താണ്? വഅഖ്സമു ബില്ലാഹി ജഹദ ഐമാനിഹിം, അവർ അല്ലാഹുവിൽ ആവുന്നത്ര സത്യം ചെയ്തു പറയും മുശ്രിക്കീങ്ങൾ. ലഇൻ ജാഅത്ഹും ആയതുൻ ലയുഅ്മിനുന്ന ബിഹാ, അവർക്ക് വല്ല ദൃഷ്ടാന്തവും വന്നെത്തിക്കഴിഞ്ഞാൽ അവർ എന്തായാലും ഈമാൻ സ്വീകരിക്കും, വിശ്വസിക്കും എന്ന് സത്യം ചെയ്തവർ പറയും. ഖുൽ, നബി അവരോട് പറയുക, ഇന്നമൽ ആയാതു ഇൻദല്ലാഹ്, ദൃഷ്ടാന്തങ്ങളൊക്കെ അല്ലാഹുവിങ്കലാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരത്തിലുള്ളതാണ്. വമാ യുശ്ഇറുക്കും, നിങ്ങൾക്ക് എന്തറിയാം, അന്നഹ ഇദാ ജാഅത് ലാ യുഅ്മിനൂൻ, ആ ദൃഷ്ടാന്തങ്ങൾ അവരിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാലും ഈ ഖുറൈശികൾ മുശ്രിക്കീങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല. എന്നിട്ട് തുടർന്ന് അല്ലാഹു പറയുന്നു, ഒരായത്തിന് ശേഷം അല്ലാഹു പറയുന്നു, വലൗ അന്നനാ നസ്സൽനാ ഇലൈഹിമുൽ മലായികത, നാം അവരിലേക്ക് മലക്കുകളെ ഇറക്കിയാലും, വകല്ലമഹുമുൽ മൗത, മരണപ്പെട്ടവർ അവരോട് നേരിട്ട് സംസാരിച്ചാലും, വഹശർനാ അലൈഹിം കുല്ല ഷൈഇൻ ഖുബ്ലൻ മാ കാനൂ ലിയുഅ്മിനൂ ഇല്ലാ അൻ യശാ അല്ലാഹ്, എല്ലാ കാര്യവും അവർക്ക് വേണ്ടി നാം അവരുടെ മുന്നിൽ ഒരുമിച്ച് കൂട്ടി കൊടുത്താലും മാ കാനൂ ലിയുഅ്മിനൂ ഇല്ലാ അൻ യശാ അല്ലാഹ്, അവർ വിശ്വസിക്കുകയില്ല അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. വലാകിന്ന അക്സറഹും യജ്ഹലൂൻ, പക്ഷേ അവരിൽ അധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങളെ കുറിച്ച് പറയാം. ഇതാണ് അവരുടെ അവസ്ഥ. അവർ ചോദിക്കും പല പല കാര്യങ്ങളും ദൃഷ്ടാന്തങ്ങളെ കുറിച്ച്, പക്ഷെ അത് ഹുദ സ്വീകരിക്കാൻ വേണ്ടിയല്ല, ധിക്കാര സ്വരത്തിൽ, അഹങ്കാരത്തിന്റെ സ്വരത്തിലാണ് അവർ ഇത്തരം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റൊരായത്തിൽ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയുന്നു, വഖാലു, അവർ ഇപ്രകാരം ചോദിക്കും, ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅ, നാം നിന്നിൽ വിശ്വസിക്കുകയില്ല നമുക്ക് വേണ്ടി ഭൂമിയിൽ നിന്ന് ഒരു ഉറവ നീ നിശ്ചയിച്ച് തരുന്നതുവരെ. ഔ തകൂന ലക ജന്നത്തുൻ മിൻ നഖീലിൻ വഇനബിൻ, അല്ലെങ്കിൽ നിനക്ക് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടം നിനക്ക് ഉണ്ടാകണം. ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ, ആ തോട്ടത്തിന്റെ ഇടയിലൂടെ നീ ഒരു നദി ഒഴുക്കുകയും വേണം. ഇതൊക്കെ അവർ ആവശ്യപ്പെടുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. എന്തിന്? ഇതൊക്കെ ചെയ്താൽ നമ്മൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട്. ഔ തുസ്ഖിത അസ്സമാഅ കമാ സഅംത അലൈനാ കിസഫൻ, അല്ലെങ്കിൽ നീ ജൽപ്പിക്കാറുള്ളത് പോലെ ആകാശത്തെ നമ്മിലേക്ക് കഷ്ണം കഷ്ണമായി വീഴ്ത്തു. ഔ തഅതിയ ബില്ലാഹി വൽ മലായികതി ഖബീല, അല്ലെങ്കിൽ അല്ലാഹുവിനെയും മലക്കുകളെയും കൂട്ടം കൂട്ടമായി നീ കൊണ്ടുവരൂ. ഔ യകൂന ലക ബൈതുൻ മിൻ സുഖ്റുഫിൻ ഔ തർഖാ ഫിസ് സമാ, അല്ലെങ്കിൽ നിനക്ക് ഒരു വലിയ മണിമാളിക ഉണ്ടാകണം, ഒരു ആഡംബര വീട് നിനക്കുണ്ടായിരിക്കണം. ഔ തർഖാ ഫിസ് സമാ, അല്ലെങ്കിൽ നീ ആകാശത്തേക്ക് ഉയർന്ന് കയറിപ്പോകണം. വലൻ നുഅ്മിന ലിറുഖിയിക, നീ ആകാശത്തേക്ക് കയറിപ്പോയാലും നീ ആ കയറിപ്പോകുന്നത് നമ്മൾ വിശ്വസിക്കുകയില്ല. ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉഹു, നമുക്ക് വായിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു കിതാബും കൊണ്ട് നീ വരുന്നത് വരെ. ആകാശത്തേക്ക് പോയാൽ മാത്രം പോരാ, തിരിച്ചു വരുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം കൊണ്ടുവരണം. ഈ രീതിയിൽ പരിഹാസത്തിന്റെ, അഹങ്കാരത്തിന്റെ, ധിക്കാരത്തിന്റെ രീതിയിലുള്ള ചോദ്യങ്ങളും ആവശ്യങ്ങളുമായിരുന്നു ഖുറൈശികൾ ദൃഷ്ടാന്തങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവരോട് തിരിച്ചു പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? ഖുൽ, നബി അവരോട് പറയുക, സുബ്ഹാന റബ്ബി, എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്,
ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല, ഞാൻ മനുഷ്യനായ ഒരു റസൂല് മാത്രമല്ലേ എന്ന് തിരിച്ചവരോട് പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന അഹ്ല മക്ക, മക്കക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. എന്ത്? അയ്യുരിയഹും ആയതൻ, ഒരു വലിയ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഫഅറാഹും ഇൻഷിഖാഖൽ ഖമർ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ചന്ദ്രൻ പിളർന്നത് കാണിച്ചു കൊടുത്തു എന്നാണ്. 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ 2 തവണ ചന്ദ്രൻ പിളരുന്നത് കാണിച്ചു കൊടുത്തു എന്ന് ഹദീസിൽ, സഹിഹായ ഹദീസിൽ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. എന്തിനു വേണ്ടിയാണിത്? ദഅവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി, തടയാൻ വേണ്ടി, കഴിയാത്ത കാര്യങ്ങൾ, സാധിക്കാത്ത അസംഭവ്യമായ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുക. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഇൻഷഖൽ ഖമറു, ചന്ദ്രൻ പിളർന്നു, അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിഖ്ഖതൈൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചന്ദ്രൻ 2ആയി പിളർന്നിട്ടുണ്ട്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളോട് പറഞ്ഞു, ഇഷ്ഹദു, ദാ കണ്ടോളൂ, സാക്ഷ്യം വഹിച്ചോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു പറഞ്ഞുവെന്നാണ്. അപ്പൊ അവരത് കണ്ടിട്ടുമുണ്ട്. മുശ്രിക്കുകൾ അത് കണ്ട് ഒരു ദൃഷ്ടാന്തമാണ് ചന്ദ്രൻ പിളർന്ന സംഭവം എന്നുള്ളത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്, സൂറത്തുൽ ഖമറിന്റെ ആദ്യ ഭാഗം, ഇഖ്തറബത്തിസ് സാഅതു വൻഷഖൽ ഖമർ, ഇതാ അന്ത്യനാൾ അടുത്തിരിക്കുന്നു, വൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. ദൃഷ്ടാന്തങ്ങൾ അവർ കണ്ടാലും യുഅരിദു, അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയും, വിശ്വസിക്കൂല. എന്ത് തന്നെ അവർ കണ്ടാലും ബോധ്യപ്പെട്ടാലും അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയും. എന്നിട്ട് അവർ പറയും, വയഖൂലു സിഹ്റുൻ മുസ്തമിർ, ഇത് നിലനിൽക്കുന്ന മാരണമാണ്, ജാലവിദ്യയാണ് എന്നവർ അതിനെ പരിഹസിച്ച് വിശ്വസിക്കാതെ തള്ളിക്കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളെ കുറിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ അവരാവശ്യപ്പെട്ട ഒരു കാര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഖാലത് ഖുറൈശുൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഖുറൈശികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു, ഉദ്ഉ ലനാ റബ്ബക അൻ യജഅല ലനാ അസ്സഫാ ദഹബൻ വനുഅ്മിനു ബിക, ഈ സഫാ കുന്ന് മുഴുവൻ സ്വർണ്ണമാക്കാൻ താങ്കൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, എങ്കിൽ ഞങ്ങൾ താങ്കളിൽ വിശ്വസിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, വതഫഅലൂൻ, നിങ്ങൾ അങ്ങനെ ചെയ്യോ എന്ന് ചോദിച്ചു. ഖാലു, അവർ പറഞ്ഞു, നഅം, അതെ. ഫദഅ, അവരുടെ ആവശ്യപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഫഅതാഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ, റബ്ബ് നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. വയഖൂൽ, അല്ലാഹു ഇപ്രകാരം പറയുന്നുണ്ട്, ഇൻ ശിഅത ഉസ്ബിഹു ലഹുമുസ് സഫാ ദഹബൻ, താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ ആവശ്യപ്രകാരം അവരാവശ്യപ്പെട്ടതുപോലെ സഫാ കുന്ന് മുഴുവനും സ്വർണമാക്കി മാറ്റിക്കൊടുക്കും. ഫമൻ കഫറ ബഅദ ദാലിക്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് അവർ നേരിട്ട് കണ്ടിട്ടും അതിനുശേഷം അവരിൽ ആരെങ്കിലും സത്യത്തെ നിഷേധിക്കുകയാണെങ്കിൽ, വിശ്വസിക്കാതെ ഈമാൻ സ്വീകരിക്കാതെ കുഫറിൽ നിലകൊള്ളുകയാണെങ്കിൽ, അദബ്തുഹു അദാബൻ ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ, ലോകത്തൊരാളെയും ശിക്ഷിക്കാത്ത ഒരു ശിക്ഷ കൊണ്ട് ഞാൻ അവരെ ശിക്ഷിക്കുമെന്നാണ്. ലോകത്തൊരാൾക്കും ഇറക്കാത്ത ശിക്ഷ അവരിലേക്ക് ഞാൻ ഇറക്കുമെന്ന് അല്ലാഹു പറഞ്ഞതായി ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. വഇൻ ശിഅത ഫതഹ്തു ലഹും അബ്വാബ അത്തൗബതി വറഹ്മ, എന്നാൽ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി തൗബയുടെയും കാരുണ്യത്തിന്റെയും കവാടം തുറന്നു കൊടുക്കും എന്ന് അല്ലാഹു പറഞ്ഞതായി പറഞ്ഞു. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ തിരഞ്ഞെടുത്തത്? റഹ്മത്തുൽ ലിൽ ആലമീനായ, ലോകർക്ക് മുഴുവനും കാരുണ്യമായി അല്ലാഹു നിയോഗിച്ചയച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത് എന്താണ്? ബൽ ബാബു തൗബതി വറഹ്മ, അവരെ ശിക്ഷിക്കാം, അല്ലാഹു അത് ചെയ്യാമെന്ന് ജിബ്രീൽ വന്ന് പറഞ്ഞപ്പോൾ
രണ്ട് ഓപ്ഷൻ കൊടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത് ബൽ ബാബു തൗബതി വറഹ്മ, അല്ല അവർക്ക് വേണ്ടി തൗബയുടെയും റഹ്മത്തിന്റെയും കവാടം തുറന്നു കൊടുക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിട്ടുള്ളത്, തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കിയത്. വമാ മനഅന അൻ നുർസില ബിൽ ആയാതി ഇല്ലാ അൻ കസ്സബ ബിഹൽ അവ്വലൂൻ. അല്ലാഹു പറയുന്നു, വമാ മനഅന, നമ്മെ തടഞ്ഞിട്ടില്ല, അൻ നുർസില ബിൽ ആയാതി, ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞിട്ടില്ല, എന്തല്ലാതെ ഇല്ലാ അൻ കസ്സബ ബിഹൽ അവ്വലൂൻ, പൂർവികരായിട്ടുള്ള മുൻകാല സമുദായക്കാർ ആ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, കളവാക്കിയിട്ടുണ്ട്, നിഷേധിച്ചിട്ടുണ്ട്. മുൻകാലത്ത് ഇതേപോലെ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ച് കൊടുത്തപ്പോൾ, കാണിച്ചു കൊടുത്തപ്പോൾ സ്വീകരിക്കാതെ, വിശ്വസിക്കാതെ നിഷേധിച്ചവരാണ്. അതുകൊണ്ടാണ് ദൃഷ്ടാന്തങ്ങളെ, ആ കാര്യമാണ് നമ്മെ ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിൽ നിന്ന് തടഞ്ഞിട്ടുള്ളത് എന്ന് അല്ലാഹു പറയുന്നു. വആതൈന, എന്നിട്ട് അല്ലാഹു ഉദാഹരണമായി പറയുന്നു, വആതൈന സമൂദൻ നാഖ മുബ്സിറതൻ, സമൂദ് ഗോത്രത്തിന് അവർക്ക് കാണുന്ന രൂപത്തിൽ പ്രത്യക്ഷമായ നിലക്കുള്ള ഒരു ദൃഷ്ടാന്തമായി ഒരു ഒട്ടകത്തെ നാം അവർക്ക് നൽകി. സമൂദ് ഗോത്രത്തിന്, സാലിഹ് അലൈഹിസ്സലാമിന്റെ ഗോത്രത്തിന്. ഫളമു ബിഹ, പക്ഷേ അവർ ആ ഒട്ടകത്തിന്റെ കാര്യത്തിൽ അതിക്രമം ചെയ്തു, അല്ലാഹുവിനെ ധിക്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ, നാം ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ അയക്കുന്നത് ഇല്ലാ തഖ്വീഫ, ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ, ഈ വായിച്ച ഹദീസുകളിൽ എന്താ ഉള്ളത്? ഖുറൈശികൾ, മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല പല ദൃഷ്ടാന്തങ്ങളും മുഅ്ജിസത്തുകളും അമാനുഷിക സംഭവങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഈ പരസ്യ പ്രബോധനത്തിൽ നിന്ന് തടയാൻ, പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഈ കാര്യങ്ങളിലൊന്നും അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിജയിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ, അവർ ഈ വിഷയങ്ങളിലെല്ലാം പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ, ഖുറൈശികൾ, മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ വിശ്വസിച്ച മുസ്ലിമീങ്ങൾക്കുമെതിരെ, സഹാബികൾക്കുമെതിരെ വളരെ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളും ഉപദ്രവങ്ങളും അയച്ചുവിടുകയാണ്. വളരെ ശക്തമായ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഉപദ്രവിക്കാൻ തുടങ്ങി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഖദ് ഉഖിഫ്തു ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഞാൻ ഭയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, പേടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മർദ്ദനമേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 30 രാപ്പകലുകൾ എന്നിലൂടെ കടന്നുപോയിട്ടുണ്ട്. വമാ ലീ വലി ബിലാലിൻ തആമുൻ യഅകുലുഹു ദൂ കബിദിൻ, ഒരു മനുഷ്യന്, ഒരു ജന്തുവിന് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണവും എൻ്റെ കയ്യിലും ബിലാലിന്റെ കയ്യിലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു നിലക്കുള്ള ഭക്ഷണവും ഇല്ലാതെ 30 ദിവസങ്ങളോളം കടന്നുപോയിട്ടുണ്ട്. ഇല്ലാ ഷൈഉൻ യുവാരിഹി ഇബ്തു ബിലാലിൻ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കക്ഷം മറച്ചു വെക്കുന്ന ആ ഒരു ചെറിയ രൂപത്തിലുള്ള, വളരെ നിസാരമായ, വളരെ കുറച്ച് ഭക്ഷണമല്ലാതെ. ആ പറഞ്ഞതിന്റെ ഉദ്ദേശം, വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ ആ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലും ഉണ്ടായിട്ടുള്ളൂ. ആ ഒരു ഭക്ഷണം കക്ഷത്തിൽ മറച്ചു വെച്ചാൽ, ഒളിപ്പിച്ചു വെച്ചാൽ എത്രത്തോളം ഭക്ഷണം അങ്ങനെ വെക്കാൻ സാധിക്കും? കക്ഷത്തിനുള്ളിൽ മറച്ചു വെക്കാൻ സാധിക്കും. അത്രയും കുറച്ച് ഭക്ഷണം മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ആ ദിവസങ്ങളിൽ. ഇസ്ലാമിന്റെ ആദ്യ ദിവസങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞിട്ടുള്ളത്. അത്രയും പ്രയാസം നേരിടേണ്ടി വന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിക്കാൻ ഭക്ഷണം പോലും ലഭിക്കാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും അവർ പീഡിപ്പിച്ച, ഉപദ്രവിച്ച കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് അബൂജഹലിന്റെ ഉപദ്രവം. അബൂജഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഞാൻ ചവിട്ടും, പെരടിയിൽ ഞാൻ ചവിട്ടുമെന്ന് ജൽപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരു സംഭവമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം,
ഒരിക്കൽ അബൂജഹൽ സഹാബത്തിനോട് ചോദിച്ചു. ആ കാലത്ത് മുസ്ലിങ്ങളായ കുറച്ചു പേരാണുള്ളത്. അവരോട് ചോദിക്കുകയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഇടയിൽ വെച്ച് അദ്ദേഹത്തിന്റെ മുഖം നിലത്ത് വെക്കാറുണ്ടോ? അവ സുജൂദ് ചെയ്യുമ്പോൾ നെറ്റി നിലത്ത് വെക്കാറുണ്ടോ എന്നാണ്. മുഖം നിലത്ത് വെക്കാറുണ്ടോ? അവർ പറഞ്ഞു നഅം. അപ്പോൾ അബൂജഹൽ പറഞ്ഞു വല്ലാത്തി വൽ ഉസ്സ, ലാത്തയും ഉസ്സയും തന്നെയാണ് സത്യമെന്ന് പറഞ്ഞ് അബൂജഹൽ പറയാണ് ല ഇൻ റഅയ്തുഹു യഫഅലു ദാലിക, അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇനി കണ്ടാൽ ല അതഅന്ന അലാ റഖബതി, ഞാൻ ചെന്ന് മുഹമ്മദിന്റെ പെരടിയിൽ ചവിട്ടും, കഴുത്തിന് ചവിട്ടും, അല്ലെങ്കിൽ മുഖം മുഴുവനും മണ്ണിൽ ചേർത്ത് വെക്കും. അങ്ങനെ അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തി. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കായിരുന്നു. പറഞ്ഞതുപോലെ കഴുത്തിന് ചവിട്ടാൻ വേണ്ടി അബൂജഹൽ എഴുന്നേറ്റ് പോവുകയാണ്, അതിനുവേണ്ടി തുനിയുകയാണ്. ഫമാ ഫജ്അഹും മിൻഹു ഇല്ലാ വഹുവ യൻകുസു അലാ അഖിബൈഹി വയത്തഖി ബിയദൈഹി. പക്ഷെ അതിനുവേണ്ടി മുന്നോട്ട് പോകുന്തോറും അബൂജഹലിന് മുന്നോട്ടെടുക്കാൻ സാധിക്കുന്നില്ല. അബൂജഹൽ മുന്നോട്ട് പോകുന്നോറും അബൂജഹൽ അറിയാതെ തന്നെ പിന്നോട്ടേക്ക് പോവുകയാണ്, മുന്നോട്ടേക്ക് ചലിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അബൂജഹൽ അയാളുടെ ഇരു കൈകളും കൊണ്ട് എന്തൊക്കെയോ തടുക്കാൻ തുടങ്ങി, പല രീതിയിലുള്ള ആംഗ്യങ്ങൾ കാണിച്ച് എന്തൊക്കെയോ കൈകൾ കൊണ്ട് തടുക്കുന്ന രൂപത്തിൽ ചെയ്യാൻ തുടങ്ങി. അത് കണ്ട ആളുകൾ ചോദിച്ചു, മാലക്, എന്ത് പറ്റി? അബൂജഹൽ പറഞ്ഞു, ഇന്ന ബൈനി വബൈനഹു ലഖന്ദഖൻ മിൻ നാരിൻ വഹൗലൻ വഅജ്നിഹ, എനിക്കും മുഹമ്മദിനും ഇടയിൽ ഒരു തീ കൊണ്ടുള്ള ഒരു കിടങ്ങ് ഞാൻ കണ്ടു. ഭയപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ എനിക്കും മുഹമ്മദിനും ഇടയിൽ ഞാൻ കാണുകയാണ്. വഅജ്നിഹ, ചിറകുകൾ കാണുകയാണ്, മലായികത്തിന്റെ ചിറകുകൾ അബൂജഹൽ കാണുകയാണ്. അല്ലാഹു ഒരുക്കിയ സംരക്ഷണമാണത്. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ ദനാ മിന്നി, അബൂജഹലെങ്ങാനും എന്നിലേക്ക് അടുത്തിരുന്നുവെങ്കിൽ മലക്കുകൾ അയാളുടെ അവയവങ്ങൾ ഓരോന്നും എടുത്തുകൊണ്ടു പോകുമായിരുന്നു. അബൂജഹൽ എങ്ങാനും എന്നിലേക്ക് അടുത്തിരുന്നെങ്കിൽ മലക്കുകൾ വന്ന് അയാളുടെ ഓരോ അവയവങ്ങൾ എടുത്തുകൊണ്ടു പോകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പോൾ ഈ നിലക്ക് പ്രയാസപ്പെടുത്താൻ മുശ്രിക്കുകൾ തുനിഞ്ഞിട്ടുണ്ട്. ഇത് അബൂജഹലിന്റെ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ അബൂ ലഹബിന്റെ പീഡനം, അയാളിൽ നിന്നുണ്ടായ ഉപദ്രവം, അതിനെക്കുറിച്ച് കഴിഞ്ഞ ദർസിൽ നമ്മൾ വായിച്ചിരുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന ആയത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യ പ്രബോധനം തുടങ്ങിയപ്പോൾ ഒരു കുന്നിന്റെ മുകളിൽ ചെന്ന് എല്ലാവരെയും വിളിച്ച്, കുടുംബക്കാരെ എല്ലാം പേരെടുത്ത് വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾക്ക് വിജയിക്കാം എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് അബൂ ലഹബ് പറഞ്ഞ കാര്യം മറ്റുള്ള ആളുകളെല്ലാം കേൾക്കാൻ വേണ്ടി അയാൾ ഒച്ചത്തിൽ പറഞ്ഞു, തബ്ബല്ലക്, നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. മാത്രമല്ല ചില ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയൊക്കെ ചെന്ന് ദഅവത്ത് പരസ്യമായി ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ പിറകിൽ ആര് ചെല്ലും? അബൂ ലഹബ് നബിയുടെ പിറകിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് അബൂ ലഹബ് ഇങ്ങനെ അതിനെതിരെ സംസാരിക്കുമായിരുന്നു എന്ന് കാണാം. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂ ലഹബിന്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു, അവൻ തന്നെ നശിച്ചിരിക്കുന്നു എന്നുള്ള ആ സൂറത്തുൽ മസദ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ അവർ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അവർ പറയാണ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന സൂറത്ത് അവതരിച്ചപ്പോൾ അഖ്ബലത്തിൽ ഔറാഹ് ഉമ്മു ജമീൽ ബിൻത് ഹർബ്, അബൂ ലഹബിന്റെ ഭാര്യയാണ് ഉമ്മു ജമീൽ ബിൻത് ഹർബ്, ആ പെണ്ണ് വന്ന് ഒച്ചത്തിൽ പറയുകയാണ്, വഫിയദിഹാ ഫിഹ്റുൻ, ആ പെണ്ണിന്റെ കയ്യിൽ ഒരു വലിയ കല്ലുണ്ട്, ആ കല്ല് കൊടുത്തിട്ടാണ് വരുന്നത്. എന്നിട്ട് ഒച്ചത്തിൽ വിളിച്ചു പറയുന്നു, മുദമ്മമൻ അബൈന, നിന്ദനായ, മുദമ്മം എന്നാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് വിളിച്ചത്. ആക്ഷേപിക്കപ്പെട്ടവൻ, നിന്ദനാക്കപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഉമ്മു ജമീൽ വന്ന് ഉറക്കെ വിളിച്ച് പറയുന്നു, മുദമ്മമൻ അബൈന, മുദമ്മമിനെ നമ്മൾ വിസമ്മതിച്ചിരിക്കുന്നു.
വദീനഹു ഖലൈന, അവിടുത്തെ ദീന് നമ്മൾ ഉപേക്ഷിച്ചിരിക്കുന്നു, വെറുത്തിരിക്കുന്നു. വഅംറഹു അസൈന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യം നമ്മൾ ധിക്കരിച്ചിരിക്കുന്നു എന്നിങ്ങനെ ഉറക്കെ വിളിച്ച് പറയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു, മസ്ജിദുൽ ഹറാമിൽ. അവിടുത്തെ കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ഉമ്മു ജമീൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് അരികിലേക്ക് വരുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് അഖ്ബലത് വഅന അഖാഫു അൻ തറാക്. ഇതാ ഉമ്മു ജമീൽ ഇതാ വരുന്നുണ്ട്, എനിക്ക് പേടിയുണ്ട്, കയ്യിൽ കല്ലുണ്ട്, താങ്കളെ അവർ കാണുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇന്നഹാ ലൻ തറാനി, പേടിക്കണ്ട, അവർക്ക് എന്നെ കാണാൻ പറ്റൂല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ്. അല്ലാഹു പറഞ്ഞില്ലേ, വൈദാ ഖറഅതൽ ഖുർആന, നീ ഖുർആൻ പാരായണം ചെയ്താൽ ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, നിനക്കും പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്കും ഇടയിൽ നാം നിശ്ചയിക്കും ഹിജാബൻ മസ്തൂറ, ഒരു ഹിജാബ്, ഒരു മറ നാം നിശ്ചയിക്കുമെന്ന് അള്ളാഹു പറഞ്ഞ ആയത്ത് അവിടെ ഓതിക്കൊടുക്കുകയാണ്. അങ്ങനെ ഉമ്മു ജമീൽ വന്ന് അബൂബക്കറിന്റെ അടുക്ക് അരികിൽ വന്നിരുന്നു. അവർക്ക് ആരെ കാണാൻ സാധിക്കുന്നില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ടരികിലിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സാധിക്കുന്നില്ല. ഫഖാലത് യാ അബൂബക്കർ, എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അവൾ പറയുകയാണ്, ഇന്നി ഉഖ്ബിർതു അന്ന സാഹിബക ഹജാനി, എനിക്ക് ഇങ്ങനെയൊക്കെ വിവരം കിട്ടിയിട്ടുണ്ട്, നിന്റെ കൂട്ടുകാരൻ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ലാ വറബ്ബി ഹാദൽ ബൈത്ത്, ഈ കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം, മാ ഹജാക്, ഒരിക്കലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടില്ല എന്ന് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഫവല്ലത്, അത് കേട്ടപ്പോൾ ആ പെണ്ണ് പിന്തിരിഞ്ഞു പോവുകയാണ്. എന്തും പറഞ്ഞ തിരിഞ്ഞു പോകുന്നുണ്ട്. ഖുറൈശികൾ മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ അവരുടെ നേതാവിന്റെ മോളാണ് എന്ന കാര്യം ഖുറൈശികൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നൊച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഉമ്മു ജമീൽ അവിടെ വിട്ട് പോയത് എന്ന് ഈ ഹദീസിൽ കാണാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ആളുകൾ വന്ന് അവരോട് ചോദിച്ചു, അസ്മാ ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് അസ്മാ റളിയല്ലാഹു അൻഹ. അവരോട് വന്ന ആളുകൾ ചോദിച്ചു, മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ചെയ്ത ഏറ്റവും കഠിനമായി താങ്കൾക്ക് തോന്നിയ പീഡനം, മർദ്ദനം ഏതാണ്? താങ്കൾ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രയാസമേറിയ കാര്യം എന്താണ്? അവർ പറഞ്ഞു, കാനൽ മുശ്രികൂന ഖഅദു ഫിൽ മസ്ജിദി യതദാകറൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുശ്രിക്കുകൾ മസ്ജിദിൽ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്ത് പറയുകയാണ്. വമാ യഖൂലു ഫീ ആലിഹതിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ ആരാധ്യന്മാരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള നബിയുടെ ദഅവത്തിനെ കുറിച്ചൊക്കെ ഇവരിങ്ങനെ ചർച്ച ചെയ്യാണ്, എന്താ ചെയ്യുക എന്ന കാര്യം പരസ്പരം ചർച്ച ചെയ്യാം. ഫബൈനമാ ഹും കദാലിക്, അങ്ങനെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ ഇത് അഖ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് ഇങ്ങനെ മസ്ജിദിലേക്ക് കടന്നു വരുന്നു. ഫഖാമു ഇലൈഹി ബിഅജ്മഇഹിം, അങ്ങനെ ആ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ എല്ലാവരും കൂടി എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളഞ്ഞു. ഇത് കണ്ടപ്പോൾ ഒരാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അദ്രിക് സാഹിബക്, നിന്റെ കൂട്ടുകാരനെ പോയി രക്ഷപ്പെടുത്തൂ. ഫഖറജ മിൻ ഇൻദിന, അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പോയി. വഹുവ യഖൂൽ, അവിടെ എത്തിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, വൈലക്കും അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് മുശ്രിക്കുകളോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കി പിന്നെ അവരെല്ലാവരും കൂടി ആരെ നേരെ തിരിഞ്ഞു? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ തിരിഞ്ഞു എന്ന് അസ്മാ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ-ആസ് സഹാബിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹദർതുഹും, ഞാൻ ഖുറൈശികൾ മുശ്രിക്കുകൾ അവരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുണ്ട്. വഖദ് ഇജ്തമഅ അശ്റാഫുഹും ഫിൽ ഹിജ്ർ, എപ്പോഴാണ് ചെന്നത്? അവർ
കഅബയുടെ അരികിൽ, ഹിജ്റിന്റെ അരികിൽ അവരുടെ നേതാക്കന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഗൂഢാലോചന നടത്താൻ, ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് ചേർന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഫഖാലു, അവർ ഇങ്ങനെ പറഞ്ഞു, മാ റഅയ്നാ മിസ്ല മാ സബർനാ അലൈഹി മിൻ ഹാദർ റജുൽ ഖത്ത്. ഈ മനുഷ്യൻ ചെയ്തുണ്ടാക്കിയ വിഷയത്തിൽ ക്ഷമിച്ചതുപോലെ മറ്റൊരു കാര്യത്തിലും നമ്മൾ ക്ഷമ അവലംബിക്കേണ്ടതായി നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ പിതാക്കന്മാരെ ചീത്ത പറയുന്നു, നമ്മുടെ ദീനിനെ ആക്ഷേപിക്കുന്നു, നമ്മുടെ ഐക്യത്തെ തകർക്കുന്നു, നമ്മുടെ ഇലാഹികളെ ചീത്ത വിളിക്കുന്നു. ലഖദ് സബർനാ മിൻഹു അലാ അംറിൻ അദീമിൻ. ഇങ്ങനെ വലിയ വലിയ കാര്യത്തിൽ, ആ മനുഷ്യന്റെ കാര്യത്തിൽ നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ പറഞ്ഞു, ഫബൈനമാ ഹും ഫീ ദാലിക. അങ്ങനെ ഈ വക ചർച്ചകൾ അവർ നടത്തിക്കൊണ്ടിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കടന്നു വരികയാണ്. ഹത്താ ഇസ്തഖ്ബല റുക്ന ثم മറ ബിഹിം ത്വായിഫൻ ബിൽ ബൈത്ത്. അങ്ങനെ റുക്നുൽ യമാനിയുടെ അടുക്കലെത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയെ തവാഫ് ചെയ്യുകയാണ്. ഫലമ്മ മറ ബിഹിം, അങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ഈ ഹിജ്റിന്റെ അരികിൽ ഇരിക്കുന്ന ഈ നേതാക്കന്മാരുടെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുന്ന രൂപത്തിൽ അവർ ഉറക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്ന വാചകങ്ങൾ പറയുകയാണ്, കുത്തി പറയുകയാണ്, ആക്ഷേപിക്കുകയാണ്, വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മനസ്സിലായി. അവിടുത്തെ മുഖത്ത് അതിന്റെ വിഷമമുള്ളതായി, പ്രയാസമുള്ളതായി മനസ്സിലായതായി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഹദീസ് റിവായത്ത് ചെയ്യുന്ന സഹാബി പറയുകയാണ്. പക്ഷെ അവിടെ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചില്ല. രണ്ടാമത് വീണ്ടും ഈ രീതിയിൽ തവാഫ് ചെയ്യുമ്പോൾ അവരുടെ അരികിലെത്തിയപ്പോൾ ഈ രീതിയിൽ അവർ ആവർത്തിച്ചു. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു. മൂന്നാമതും ഇങ്ങനെ അവർ ചെയ്തപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തിപ്പറഞ്ഞ് ആക്ഷേപിച്ച് പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് അവരോട് ചോദിക്കുന്നു, അതസ്മഊന യാ മഅശറ ഖുറൈശ്, അതസ്മഊന യാ മഅശറ ഖുറൈശ്, ഖുറൈശികളെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അമാ വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, അല്ലാഹുവാണ് സത്യം, ലഖദ് ജിഅ്തുകും ബിദ്ദബ്ഹ്, നിങ്ങളുടെ നാശവും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് അവരെ താക്കീത് ചെയ്തുകൊണ്ട് ധൈര്യത്തോടെ അവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുറന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അവരൊന്ന് നടുങ്ങി, ശരിക്കൊന്ന് പേടിച്ചുപോയി. അവരുടെ ആ പരിഹാസങ്ങളും കളിചിരിയും തമാശയും ഒക്കെ ഒന്ന് അടങ്ങി. എല്ലാവരും മൗനം പാലിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു കേട്ടപ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നതിന് മുമ്പ് ഈ കൂട്ടത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ച, അവരുടെ കൂട്ടത്തിൽ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. അയാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റിഫ്കോടുകൂടി വളരെ മാന്യമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സംസാരിക്കുകയാണ്, സമാധാനപ്പെടുത്തുകയാണ്. ഹത്താ ഇന്നഹു ലയഖൂൽ, ആ വ്യക്തി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻസറിഫ് യാ അബൽ ഖാസിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്തൊക്കെ വിളിച്ചിട്ട് ബഹുമാനത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ സംസാരിക്കുന്നു. ഓ അബുൽ ഖാസിം, ഇവിടെ നിന്ന് പോയിക്കോളൂ, സമാധാനത്തോടുകൂടി ഇവിടുന്ന് പോയിക്കോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പോയി. ഹത്താ ഇദാ കാന അൽ ഗദു, പിറ്റേ ദിവസം ഇജ്തമഉ ഫിൽ ഹിജ്ർ, വീണ്ടും അവർ ഈ ഹിജ്റിന്റെ അരികിൽ, കഅബയുടെ അരികിൽ അവർ ഒരുമിച്ച് ചേർന്നു. വഅന മഅഹും, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അവരുടെ കൂട്ടത്തിലുണ്ട്. ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ അവർ പരസ്പരം സംസാരിക്കുകയായിരുന്നു. ഇദ് തല അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് കടന്നു വരുന്നു. ഫവസബു ഇലൈഹി വസ്ബത റജുലിൻ വാഹിദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ഇന്നലെ ചെയ്തതുപോലെ എല്ലാവരും കൂടി അവിടുത്തെ വളയുകയാണ്, ഉപദ്രവിക്കാൻ വേണ്ടി. വഹാതു ബിഹി യഖൂലൂന ലഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു, അൻതല്ലദീ തഖൂലു കദാ വകദാ, നീയാണോ ഇങ്ങനെയൊക്കെ പറയുന്ന ആള്? എന്താ ചോദിച്ചത്? നീയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരുടെ ആ ഇലാഹുകളെ കുറിച്ച് ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് എന്ന് ചില വാർത്തകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ആള് നീയാണോ? നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? അത് കേട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യത്തോട് തിരിച്ചു പറയാണ്, നഅം അനല്ലദീ അഖൂലു ദാലിക്, അത് ഞാൻ തന്നെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ, ദേഹോപദ്രവമേൽപ്പിക്കാൻ, ശാരീരികമായി ഉപദ്രവിക്കാൻ
മെനക്കെടുകയാണ്. ഫലഖദ് റഅയ്തു റജുലൻ മിൻഹും അഖദ ബിമജ്മഇ റിദാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം അവരിൽ ഒരാൾ പിടിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. ബദർവിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ആ വസ്ത്രത്തിൽ പിടിച്ച ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു എണീറ്റ് വന്ന് തടയുകയാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുന്ന മനുഷ്യനെ ഒരാളെ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ ഉപദ്രവത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടുക്കുകയാണ്. സുമ്മൻ സറഫു അൻഹു, അങ്ങനെ അതിനുശേഷം ഈ ഖുറൈശികൾ മുശ്രിക്കീങ്ങൾ അവിടുന്ന് പിരിഞ്ഞുപോയി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുറൈശികൾ മുശ്രിക്കീങ്ങൾ ഏൽപ്പിച്ച ഏറ്റവും പ്രയാസകരമായ ഉപദ്രവം എന്ന് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സഹാബി പറയുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഇൻദൽ ബൈത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അരികിൽ വെച്ച് നിസ്കരിച്ചു കൊണ്ടിരിക്കെ അബൂജഹലും അയാളുടെ കൂട്ടുകാരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അബൂജഹൽ അവരിൽ ഒരാളോട് പറഞ്ഞു, ഒരൊട്ടകത്തെ അറുത്തിട്ടുണ്ട്, ആ ഒട്ടകത്തിന്റെ അതിന്റെ അവശിഷ്ട ഭാഗങ്ങൾ പോയി കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ വെക്കാൻ നിങ്ങൾക്കാർക്കാണ് സാധിക്കുക? കൂട്ടത്തിൽ ഏറ്റവും ഭാഗ്യം കെട്ട ദൗർഭാഗ്യവാനായ ഒരു മനുഷ്യൻ അതിന് തയ്യാറായി പോയി ആ സാധനം എടുത്തുകൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്തിരിക്കെ അവിടുത്തെ ചുമലിൽ അത് കൊണ്ടുവന്ന് ഇടുകയാണ്. അങ്ങനെ അവർ ആ രംഗം കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. വഅന ഖായിമുൻ അൻദുർ, ഞാൻ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, എനിക്ക് അന്ന് അത് തടുക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, അധികാരമുണ്ടായിരുന്നെങ്കിൽ, സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്തിൽ നിന്ന് അത് ഞാൻ ഒഴിവാക്കുമായിരുന്നു. പക്ഷെ എനിക്കത് സാധിച്ചിട്ടില്ല. വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സാജിദുൻ മാ യർഫഉ റഅസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലാണ്, തല ഉയർത്താൻ സാധിക്കുന്നില്ല. ഹത്ത തലഖ ഇൻസാനുൻ ഫഅഖബറ ഫാത്തിമ, ഒരുപാട് സമയമായി. അങ്ങനെ ഒരാൾ ചെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് വിവരം പറയുകയാണ്. നബിയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അന്ന് അവർ ചെറിയ കുട്ടിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഹത്തിൽ നിന്ന് അത് നീക്കുകയാണ്. ഫലമ്മ ഖള നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം റഫഅ സൗതഹു സുമ്മ ദഅ അലൈഹിം, ഒച്ചത്തിൽ അതാ അവർ കേൾക്കുന്ന രൂപത്തിൽ അവർക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്, അല്ലാഹുവേ ഖുറൈശികളുടെ കാര്യം നിന്നിൽ ഏൽപ്പിക്കുന്നു. അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്, 3 തവണ ഉച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രാർത്ഥിച്ചു എന്നാണ്. ഫലമ്മ സമിഉ സൗതഹു ദഹബ അൻഹും അദ്ദഹ്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥന ഉച്ചത്തിൽ കേട്ടപ്പോൾ, ശബ്ദം കേട്ടപ്പോൾ അവരുടെ ചിരി അടങ്ങി. വഖാഫു ദഅവതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അവർ പേടിച്ചു. സുമ്മ ഖാല, ഇത് മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതാണ്, എല്ലാവർക്കും എതിരെ, ഖുറൈശികളിലെ മുശ്രിക്കീങ്ങളുടെ എല്ലാവർക്കും എതിരെ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൂട്ടത്തിലെ ഓരോരുത്തരെയും പേരെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. 7 പേരെ. അല്ലാഹുമ്മ അലൈക ബി അബി ജഹ്ൽ ഇബ്നു ഹിശാം وعتبة بن ربيعة وشيبة بن ربيعة والوليد بن عقبة وأمية بن خلف وعقبة بن أبي معيط. അതുപോലെ തന്നെ ബുഖാരിയിലെ മറ്റൊരു റിവായത്തിൽ കാണാം 7ാമത്തെ ആള് ഉമാറ ഇബ്നുൽ വലീദ്. ഇങ്ങനെ 7 പേർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേരെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഹദീസ് റിവായത്ത് ചെയ്ത അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫവല്ലദി ബഅസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹഖ്, അല്ലാഹുവാണ് സത്യം, ലഖദ് റഅയ്തു അല്ലദീന സമ്മാ, ആ പേരെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ആ നേതാക്കന്മാരുണ്ടല്ലോ അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സർആ യൗമ ബദ്രിൻ, ബദ്ർ യുദ്ധ ദിവസത്തിൽ കൊല്ലപ്പെട്ട അവസ്ഥയിൽ, നിലത്ത് വീണ് കിടക്കുന്ന അവസ്ഥയിൽ ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. സുമ്മ സുഹിബു ഇലൽ ഖലീബ്, മാത്രമല്ല അവരെ ആ ബദറിന്റെ സ്ഥലത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ അവരെ വലിച്ചു കൊണ്ടുപോയി അവിടെ ഇടുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അവർക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ വന്ന് സമാശ്വസിപ്പിക്കുന്ന, സ്വാന്തനപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്.
ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഅ ജിബ്രീൽ അലൈഹിസ്സലാം ذات يوم الى رسول الله صلى الله عليه وسلم. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ വന്നു. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ഖദ് ഖുദിബ ബിദ്ദിമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തൂടെ ശരീരത്തിലൂടെ രക്തമൊഴുകുന്നുണ്ട്. ഖദ് ضربه بعض اهل مكه, മക്കയിലെ ചില ഖുറൈശികൾ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിച്ചത് കാരണത്താൽ ദേഹത്ത് രക്തമൊഴുകുന്നുണ്ട്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ജിബ്രീൽ വന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, മാലക്, എന്തു പറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅല ബിഹാഉലാഇ വഫഅലു, ഈ കൂട്ടർ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അതുഹിബ്ബു അൻ ഉരിയക ആയ, ഞാൻ നിനക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അരിനി, കാണിച്ചു തരൂ. ഫനദറ ഇലാ ഷജറത്തിൻ മിൻ വറാഇൽ വാദി, അങ്ങ് ദൂരെ താഴ്വാരത്തിന്റെ പിറകിലുള്ള ഒരു മരത്തിലേക്ക് നോക്കിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മരം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഉദ്ഉ തിൽക ഷജറ, അങ്ങ് അകലെയുള്ള ആ മരത്തെ വിളിച്ചോ. ഫദആഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരത്തെ വിളിച്ചു. ഫജാഅത് തംഷി, അങ്ങ് അകലെയുള്ള മരാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നടന്നു വരികയാണ്. ഹത്താ ഖാമത് ബൈന യദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്നു നിന്നു. ജിബ്രീൽ പറഞ്ഞു, ഖുൽ ലഹാ ഫൽതർജി, മടങ്ങിപ്പോവാൻ പറഞ്ഞോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞപ്പോൾ ഫറജഅത് ഹത്താ ആദത് ഇലാ മക്കാനിഹ, അത് മടങ്ങിച്ചെന്ന് നടന്നുപോയി അതിന്റെ പൂർവ്വസ്ഥലത്ത് തന്നെ ചെന്ന് നിന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബി, എനിക്ക് മതിയായിട്ടുണ്ട്. അഥവാ ഈ ഒരു സന്ദർഭത്തിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൃഷ്ടാന്തം കാണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവും ശക്തിയും പ്രകടമാകുന്ന രീതിയിലുള്ള ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഇതിനുശേഷം അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ എത്ര അവർ പരിശ്രമിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരസ്യ പ്രബോധനത്തിൽ നിന്ന് തടയാൻ അവർക്ക് സാധിക്കാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ, സഹാബത്തിനെതിരെ അവർ അതാ കഠിനമായ രീതിയിലുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും അഴിച്ചുവിടുകയാണ്. ചില ഉദാഹരണങ്ങൾ, സഹാബത്ത് ഏൽക്കേണ്ടി വന്ന മർദ്ദനങ്ങളുടെ ചില ഉദാഹരണങ്ങൾ കഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ വായിച്ചിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ, ഖബ്ബാബ് ഇബ്നുൽ അറത്ത്, ഇങ്ങനെ തുടങ്ങി ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച സഹാബികളിൽ ചിലർ ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളുടെ വേദനിപ്പിക്കുന്ന രംഗങ്ങളിൽ ചിലത് നമ്മൾ കഴിഞ്ഞ ദർസിൽ വായിച്ചിരുന്നു. അങ്ങനെ അത്രയും പ്രയാസങ്ങൾ സഹാബത്ത് ഏൽക്കേണ്ടി വന്നപ്പോൾ അവിടെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം നൽകുന്നു. അത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളോട് ഹബശയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. അബ്സീനിയയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. പ്രയാസങ്ങൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ആ ഹിജ്റയെക്കുറിച്ചാണ്, ഹബശയിലേക്കുള്ള ഹിജ്റയെക്കുറിച്ചാണ് ഈ കവിതയിൽ അടുത്ത വരികളിൽ ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാഹ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ ആ ഭാഗം വായിക്കാവുന്നതാണ്. വഹാദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ